ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. നമ്മൾ LDCക്ക് വേണ്ടിയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് എക്കണോമിക്സ് ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിലാദ്യം പഞ്ചവത്സര പദ്ധതികൾ ഇന്നലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ കണ്ടതാണ്. നിങ്ങളുടെ സപ്പോർട്ട് വെക്കുന്ന നന്ദി. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ഒക്കെ PDF വേണമെങ്കിൽ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണം. അത് മാത്രമല്ല, നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. എത്തരത്തിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ വന്നാലും നമ്മൾ നേരിടും, മാർക്ക് സ്കോർ ചെയ്യും. അത് ഉറപ്പിക്കണം. ആ രീതിയിൽ മാത്രമേ ഈ വീഡിയോസ് നിങ്ങൾ അപ്രോച്ച് ചെയ്യാവുള്ളൂ. കാരണം A to Z കാര്യങ്ങൾ നമ്മൾ നീതി ആയോഗിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നലെ കരുതിയത് നീതി ആയോഗും അതുപോലെ തന്നെ പുത്തൻ സാമ്പത്തിക നയം രണ്ടും കൂടി ചേർത്തിട്ട് ഒറ്റ ക്ലാസ് ആയിട്ട് തരാനാണ്. പക്ഷെ അത് പറ്റത്തില്ല. നീതി ആയോഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ളൊരു വീഡിയോ ആണിത്. തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. കമന്റ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യുക. പുതിയ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ നീതി ആയോഗ് പറയണമെങ്കിൽ അതിനു മുന്നേ നമ്മൾ എന്ത് പറയണം? നമ്മുടെ ദേശീയ പ്ലാനിംഗ് കമ്മീഷനെ പറ്റിയിട്ട് പറയണം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ദേശീയ പ്ലാനിംഗ് കമ്മീഷനാണ് പഞ്ചവത്സര പദ്ധതികളൊക്കെ നിർമ്മിക്കുന്നത്. ഈ പഞ്ചവത്സര പദ്ധതികൾ 2017 അവസാനിച്ചു. ഇപ്പൊ എന്തില്ല? നമ്മുടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികളില്ല. അത് മാത്രമല്ല, ദേശീയ പ്ലാനിംഗ് കമ്മീഷനും നിലവിലില്ല. ഇനി എന്തുകൊണ്ടാണ് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതായത്? ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥാപനമാണോ? ഒരിക്കലുമല്ല. ഭരണഘടനാ സ്ഥാപനമേ അല്ല. ഏത്? നമ്മുടെ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ. ഇനി ഇത് നമ്മുടെ ഒരു കേന്ദ്ര സമ്മേളനത്തിൽ സംസാരിച്ചുണ്ടാക്കിയ ഒരു ഉപദേശക സമിതിയാണ് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ. ഈ ദേശീയ പ്ലാനിംഗ് കമ്മീഷന് കുറച്ച് ഫോൾട്ടുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫോൾട്ട് എന്ന് ചോദിച്ചാല്, ദേശീയ പ്ലാനിംഗ് കമ്മീഷന് ഈ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഇടപെടല് അതുപോലെ കമ്മ്യൂണിക്കേഷനുകൾ കുറവായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ കേന്ദ്രത്തിനെ ആസ്പദമാക്കിയിട്ടായിരുന്നു കൂടുതലും ദേശീയ പ്ലാനിംഗ് കമ്മീഷനുകള് പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങള് അതുപോലെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമിതി രൂപീകരിച്ചു. അതാണ് ദേശീയ വികസന സമിതി. ഈ ദേശീയ വികസന സമിതിക്ക് മാത്രമേ സംസ്ഥാനങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമല്ല, പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകിയിരുന്നതും ഈ ദേശീയ വികസന സമിതിയാണ്. ഇതൊക്കെ കൊണ്ടാണ് ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ വേണ്ട എന്ന് വെച്ചത്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങളുമായിട്ടൊരു ബന്ധമില്ല. അത് മാത്രമല്ല, ഫണ്ട് അനുവദിക്കാനുള്ള ഒരു അവസരം. അതായത് ഇപ്പൊ ഒരു പ്ലാനിംഗ് കമ്മീഷനാണ് ഒരു പ്ലാൻ നടപ്പിലാക്കുന്നത്, അല്ലെ? അപ്പൊ ഈ പ്ലാൻ അനുസരിച്ചിട്ടുള്ള ഫണ്ടൊക്കെ അനുവദിച്ചിരുന്നത് ദേശീയ പ്ലാനിംഗ് കമ്മീഷനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ അതെല്ലാം സോൾവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നീതി ആയോഗ് കൊണ്ടുവന്നത്. പക്ഷെ നീതി ആയോഗിന് ഇതുപോലെ ഫണ്ട് അനുവദിക്കാനുള്ള, അതായത് ഇത്ര ഫണ്ട് ഇത്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തോളൂ എന്നുള്ള ഒരു രീതി ആർക്കില്ല? നീതി ആയോഗിനില്ല. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഘടകമാണ്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ദേശീയ വികസന സമിതിയെ പറ്റിയിട്ടാണ്. നിലവിൽ ദേശീയ വികസന സമിതി ഉണ്ടോ? ഇല്ല. ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ അവസാനിച്ചപ്പോ ദേശീയ വികസന സമിതിയും അവസാനിച്ചു. പക്ഷെ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിച്ചിരിക്കണം? ദേശീയ വികസന സമിതിയെ കൂടി പഠിച്ചിരിക്കണം. അപ്പൊ ദേശീയ വികസന സമിതി രൂപീകരിച്ചത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1952 ഓഗസ്റ്റ് 6-നാണ്. ഞാൻ കുറച്ച് സ്പീഡിലാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ചെറിയൊരു ഞാൻ പൊതുവെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഒരു ശ്വാസം മുട്ടലോടെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ബാഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അപ്പൊ ദേശീയ വികസന സമിതി രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6-നാണ്. ഈ ദേശീയ വികസന സമിതി എന്താണ്? ഒരിക്കലും ഒരു ഭരണഘടനാ സമിതിയൊന്നും അല്ല. അതിനൊരു ആർട്ടിക്കിൾ ഒന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു ഉപദേശക സമിതിയാണ്. പക്ഷേ ഈ ഉപദേശക സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകിക്കൊണ്ടിരുന്നത്. ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്യും. പ്ലാൻ ചെയ്തിട്ട് അവസാനമായിട്ട് ഓക്കെ ആണ്, റെഡിയാണെന്ന് പറഞ്ഞൊരു അനുമതി നൽകുന്നത് ആരാണ്? ഈ ദേശീയ വികസന സമിതിയാണ്. ദേശീയ വികസന സമിതിയുടെ ആസ്ഥാനം ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹിയിലെ വിധാൻ ഭവനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദേശീയ പ്ലാനിംഗ് കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? യോജനാ ഭവനാണെന്ന് പറഞ്ഞു. ഇവിടുത്തെ ആസ്ഥാനം എവിടെയാണ്? വിധാൻ ഭവനാണ്. ഇനി ദേശീയ വികസന സമിതിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. അങ്ങനെയാണെങ്കിൽ
ദേശീയ വികസന സമിതിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? അന്നത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ജവഹർലാൽ നെഹ്റു. അവസാനത്തെ ചെയർമാനോ? നമ്മുടെ നരേന്ദ്ര മോദി. ഇതിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1952 ഡിസംബർ 8, 9 ദിവസങ്ങളിലാണ്. അതിനധികം പ്രാധാന്യമൊന്നുമില്ല. ഡേറ്റ് ഇത് ഓർമ്മിച്ചിരിക്കുക. ദേശീയ വികസന സമിതി രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6-നാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലെ പ്രധാനപ്പെട്ട അംഗങ്ങളെ പറ്റിയിട്ട് പഠിച്ചിരിക്കണം. ദേശീയ പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ പ്രധാനമന്ത്രിയും വൈസ് ചെയർമാനും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് കേന്ദ്രത്തിൽ അധിഷ്ഠിതമായിട്ടതായിരുന്നു. പക്ഷേ ദേശീയ വികസന സമിതിയിൽ ആരൊക്കെ അംഗങ്ങളായിരുന്നു? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാര്, സംസ്ഥാന മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും. നിലവില് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രിമാരുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളേ ഉള്ളൂ. അത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് അറിയാമെന്നുള്ളവർ താഴെ കമന്റ് ചെയ്യുക. അത് ഏതൊക്കെയാണെന്ന്. 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരുള്ളൂ. ബാക്കിയുള്ള എല്ലായിടത്തും ഭരിക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണർമാരാണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ. ഇത്രയും അടങ്ങിയതാണ് ദേശീയ പ്ലാനിംഗ് ദേശീയ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന് പറയുന്നത്, ദേശീയ വികസന സമിതി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇത്രയാണ് ദേശീയ വികസന സമിതിയെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റുകൾ. ഇനി നമ്മള് നീതി ആയോഗിനെ പറ്റി പറയുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മുടെ കേരള സംസ്ഥാനത്തിനും ഒരു ആസൂത്രണ കമ്മീഷനുണ്ട്. അതായത് ഇന്ന് കേന്ദ്രത്തിൽ നിന്നും കുറെ ഫണ്ട് കിട്ടി, നമ്മുടെ കയ്യിലും കുറെ കാശുണ്ട്. അപ്പൊ അതിനെ നമ്മൾ ആസൂത്രണം ചെയ്യണ്ടേ? എന്നാലുള്ള ഒരു സാമ്പത്തിക പരിഷ്കരണം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത് 1967-ലാണ്. ഇനി കേന്ദ്രത്തിൽ അത് പ്രധാനമന്ത്രിയാണെങ്കിൽ ഇവിടെ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. ഇതിന്റെ ആദ്യത്തെ അധ്യക്ഷൻ EMS ആണ്. നമുക്കറിയാം 1967-ലാണ് ഇത് ഫോം ചെയ്തത്. ആ സമയത്തെ മുഖ്യമന്ത്രി ആയിരുന്ന EMS ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ ആരാണ്? സംസ്ഥാന ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ MK ഹമീദാണ്. നിലവില് എത്രാം പഞ്ചവത്സര പദ്ധതിയാണ് കേരളത്തിലുള്ളത്? അപ്പൊ കേരളത്തിൽ പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. ഇത് നിങ്ങൾ പോയിന്റ് ചെയ്ത് പഠിക്കുക. കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഒഴിവാക്കുക. പരീക്ഷയ്ക്ക് ചിലപ്പോൾ പ്രസ്താവനയിൽ പറയും 13ാമത് അല്ലെങ്കിൽ 18ാമത് പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ളത്. ശരിയാണോ? തെറ്റാണ്. കാരണം മൊത്തം 12 പഞ്ചവത്സര പദ്ധതികൾ മാത്രമേ ഇന്ത്യയിൽ നിലവിൽ വന്നിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പൊ പഞ്ചവത്സര പദ്ധതി എന്തില്ല? ഇന്ത്യയിൽ ഇല്ല. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി കയറി വന്നു. എന്തെന്ന്? കേരളത്തിൽ നിലവിൽ 14ാം പഞ്ചവത്സര പദ്ധതിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് വരികയാണെങ്കിൽ അത് ശരിയാണ്. കേരളത്തിൽ എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് നിലവിലുള്ളത്? 14ാം പഞ്ചവത്സര പദ്ധതിയാണ്. ആ ഒരു കാലഘട്ടം കൂടി, ആ ഒരു വർഷം കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. 2022 മുതൽ 27 വരെയുള്ള കാലഘട്ടമാണ് 14ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ ആണല്ലോ. അപ്പൊ കേരള സംസ്ഥാന ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1967-ലാണ്. ഇതിന്റെ അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പൊ നിലവിൽ പിണറായി വിജയനാണ്. ദെൻ ആദ്യത്തേത് EMS ആണ്. ആദ്യ ഉപാധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ MK ഹമീദാണ്. നിലവിൽ കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാലാവധി എന്ന് പറയുന്നത് 2022 മുതൽ 2027 വരെയാണ്. ക്ലിയർ ആണല്ലോ. ഇനിയാണ് നമ്മൾ നീതി ആയോഗിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷനൊക്കെ നമ്മുടെ ഇന്ത്യ നിർത്തലാക്കി. ഏതിന്റെ വരവോടുകൂടി? നീതി ആയോഗിന്റെ വരവോടുകൂടി. നീതി ആയോഗിന്റെ സ്പെല്ലിംഗ് കൂടി പഠിക്കണം. ഈ നീതി ആയോഗിന് കണ്ടോ? AA ഉണ്ട്. ആയോഗാണ്. അപ്പൊ അതും കൂടി പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കും ശരിയായത് ഏത് എന്ന് ചോദിച്ചിട്ട് നീതി ആയോഗിന്റെ പല സ്പെല്ലിങ്ങുകളൊക്കെ തന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? അത് പഠിച്ചു വെക്കുക. NITIAA യോഗ്. ഇനി ഇതിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആണ് നീതി സ്റ്റാൻഡ്സ് ഫോർ. നീതി സ്റ്റാൻഡ്സ് ഫോർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, ആയോഗ് എന്നാണ്. ഓക്കെ, 2015 ജനുവരി 1 മുതൽ ഇന്ത്യയിൽ ദേശീയ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് ഏത്? നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗ് നിലവിൽ വന്ന വർഷം ഏതാണ്? 2015 ജനുവരി 1 ആണ്. ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. കാരണം 12ാം പഞ്ചവത്സര പദ്ധതിയുടെ സമയം എന്ന് പറയുന്നത് 2012 മുതൽ 2017 വരെയാണ്. ആ സമയത്ത് പഞ്ചവത്സര പദ്ധതി ഉണ്ടായിരുന്നു. 2017 കൂടി അത് അവസാനിച്ചു. ഓക്കെ, പിന്നീടുള്ളത് നമ്മുടെ നീതി ആയോഗിന്റെ ഇടപെടലുകളാണ്. ഇപ്പൊ 2015 ജനുവരി 1 മുതലാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കിയിട്ട് നീതി ആയോഗ് നിലവിൽ വന്നത്. ഇനി ആരുടെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കിയിട്ട് അതിനു പകരം നീതി ആയോഗ് വന്നത്? DG അജയ് ചിബ്ബർ. ആരാണ്? DG അജയ് ചിബ്ബർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ആരാണ് DG അജയ് ചിബ്ബർ? ഈ DG അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരമാണ് പ്ലാനിംഗ് കമ്മീഷന് പകരം നീതി ആയോഗ് നിലവിൽ വന്നത്. ഇതൊരു ഉപദേശക സമിതിയാണ്. അപ്പൊ പരീക്ഷയ്ക്ക് വരികയാണ് നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തെറ്റാണ്. നീതി ആയോഗ് എന്തല്ല? ഭരണഘടനാ സ്ഥാപനമല്ല. ഇനി സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ? അല്ല. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ അല്ല. ഇത് വെറും ഒരു ഉപദേശക സമിതിയാണ്. അതായത് DG അജയ് ചിബ്ബറിന്റെ ശുപാർശ പ്രകാരം ദേശീയ പ്ലാനിംഗ് കമ്മീഷനും ഒരു ഉപദേശക സമിതിയായിരുന്നു. അതിനു പകരം നിലവിൽ വന്ന മറ്റൊരു ഉപദേശക സമിതിയാണ് ഏത്? നമ്മുടെ നീതി ആയോഗ്. പിന്നെ നീതി ആയോഗും പ്ലാനിംഗ് കമ്മീഷനും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഫണ്ട് അനുവദിക്കാനുള്ള ഒരു അവസരം ആർക്കില്ല? നീതി ആയോഗിനില്ല. പക്ഷെ പ്ലാനിംഗ് കമ്മീഷന് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഈ ഉപദേശക സമിതിയിൽ ഉള്ളത്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നീതി ആയോഗിന്റെ ഉപദേശക സമിതിയിൽ പെട്ടതാരൊക്കെ അല്ലെങ്കിൽ പെടാത്തതാരൊക്കെ എന്നൊക്കെ ചോദ്യം വരാം. അപ്പോ ഇതിന്റെ അധ്യക്ഷനായിട്ട് പ്രധാനമന്ത്രിയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുണ്ട്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാരും ബാക്കിയുള്ള സ്ഥലത്ത് ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. പ്രധാനമന്ത്രി അധ്യക്ഷനാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാരുണ്ട്. കേന്ദ്രഭരണ പ്രദേശത്തിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. അപ്പൊ നീതി ആയോഗ് നോക്ക്, നമ്മൾ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ പറഞ്ഞ സമയത്ത് അതിനകത്തും ഇതുപോലെ തന്നെ ഇവരെല്ലാരും ഉണ്ടായിരുന്നു. പക്ഷെ പ്ലാനിംഗ് കമ്മീഷനകത്ത് ഇവരാരും ഇല്ല, മുഖ്യമന്ത്രിമാരൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യത്തില്ല? ഒരു സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ഒരു ബന്ധം കുറവായിരുന്നു ദേശീയ പ്ലാനിംഗ് കമ്മീഷനിൽ. അപ്പൊ ആ ബന്ധം കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നീതി ആയോഗ് കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപദേശക സമിതിയിൽ ഇവരെല്ലാം അംഗങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത്, ഇതിന്റെ ചെയർമാൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ആരാണ്? അത് നരേന്ദ്രമോദിയാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാലും നരേന്ദ്രമോദിയാണ്. ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? ഏതിന്റെ ഉപാധ്യക്ഷൻ? നീതി ആയോഗിന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്, അരവിന്ദ് പനഗരിയാണ്. തിരിഞ്ഞു പോകരുത്. നമ്മുടെ നീതി ആയോഗിന്റെ ആദ്യത്തെ ചെയർമാൻ നരേന്ദ്രമോദിയാണ്. ആദ്യ വൈസ് ചെയർമാൻ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ. ആദ്യത്തെ CEO ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ഇനി സിന്ധുശ്രീ ഖുള്ളറുടെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. ദേശീയ പ്ലാനിംഗ് കമ്മീഷനിലെ അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അവസാനത്തെ അംഗമായിരുന്നത് ആരാണ്? അത് സിന്ധുശ്രീ ഖുള്ളറാണ്. ഈ സിന്ധുശ്രീ ഖുള്ളറാണ് പിന്നീട് നീതി ആയോഗ് നിലവിൽ വന്നപ്പോൾ ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് മാറിയത്. ഏതിന്റെ? നീതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ആര് വന്നത്? സിന്ധുശ്രീ ഖുള്ളർ വന്നത്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ, കറണ്ട് അഫയേഴ്സ് ആണ്, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിന്റെ നിലവിലെ CEO ആരാണ്? അദ്ദേഹത്തിന് സ്പെല്ലിംഗ് എന്താണ്? ഇൻഷ്യലും BVR എന്ന് പറഞ്ഞിട്ട് 3 ഇതുണ്ട്. അപ്പൊ CEO ആരെന്ന് ചോദിച്ചാൽ BVR സുബ്രഹ്മണ്യം ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമ ബെറി. വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. നീതി ആയോഗിലെ നിലവിലെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. ആദ്യ ഉപാധ്യക്ഷൻ ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. ആദ്യ CEO ആരാണ്? സിന്ധുശ്രീ ഖുള്ളറാണ്. ക്ലിയർ ആയല്ലോ. അടുത്തത്, ഈ ഭരണസമിതിയിലെ അംഗങ്ങൾ, അതായത് നമ്മൾ ഉപദേശക സമിതിയാണെന്ന് പറഞ്ഞു. ഇനി ഇതിനൊരു ഗവേണിംഗ് കൗൺസിൽ ഉണ്ട്.
ഈ ഗവേണിംഗ് കൗൺസിലിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഈ ഗവേണിംഗ് കൗൺസിൽ ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണമുണ്ട്. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കുറെ പ്ലാനുകൾ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഈ പ്ലാനുകൾ ഒരാൾ മാത്രം പ്ലാൻ ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ കുറച്ചു പേര് മാത്രം പ്ലാൻ ഉണ്ടാക്കിയാൽ ശരിയാകത്തില്ല. അപ്പൊ പല സമൂഹത്തിന്റെ പല തട്ടിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിയിട്ട് പ്ലാനുകൾ ഉണ്ടാക്കിയാൽ അത് നമ്മുടെ ഇന്ത്യക്ക് ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതനുസരിച്ചിട്ടാണ് ഭരണസമിതിയിലെ അംഗങ്ങളെ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ആരൊക്കെയാണുള്ളത്? ഒന്ന് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി, എന്തായാലും പ്രധാനമന്ത്രി ഉണ്ട്, പിന്നെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര്, പിന്നെ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷൻ. അപ്പൊ ഉപാധ്യക്ഷൻ വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് നിയമിക്കുന്നത്. അപ്പൊ നീതി ആയോഗിന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിയാണ്. പിന്നെ കുറച്ച് സ്ഥിരം അംഗങ്ങളുണ്ട്. ഈ 5 അനൌദ്യോഗിക അൺഒഫീഷ്യൽ അംഗങ്ങളുണ്ട്. 5 പേര്, 5 അനൌദ്യോഗിക അംഗങ്ങളുണ്ട്. പിന്നെ ഈ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. അതിനെ പറ്റിയിട്ട് പറയാം. അതായത് പ്രത്യേക ക്ഷണിതാക്കളാണ് സ്പെഷ്യൽ ഇൻവൈറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഇത്രയും ആൾക്കാർ ചേർന്നതാണ് ഭരണസമിതിയിലെ അംഗങ്ങൾ. സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാര്, ഈ പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും എക്സിക്യൂട്ടീവ് ഓഫീസർമാരും, സ്ഥിര അംഗങ്ങളുണ്ട്, പിന്നെ 5 അനൌദ്യോഗിക അംഗങ്ങളുണ്ട്, പിന്നെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് നമ്മൾ താൽക്കാലിക അംഗങ്ങളാണ് അവര്. ഈ താൽക്കാലിക അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാന സർവകലാശാലകളിലെയും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഐഡിയാസ് കാണും. ആ ഐഡിയാസ് കൂടി ഇവരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് താൽക്കാലിക അംഗങ്ങളായിട്ട്, സ്പെഷ്യൽ ഇൻവൈറ്റീസ് ആയിട്ട് ഇവരെ പ്രധാന യൂണിവേഴ്സിറ്റീസിലും പ്രധാന റിസർച്ച് സെന്റേഴ്സിലേക്കുള്ള ആൾക്കാരെ നീതി ആയോഗിലേക്ക് ക്ഷണിക്കുന്നത്. പിന്നെ ഔദ്യോഗിക അംഗങ്ങളെ നിയമിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. ഇവർ 5 കേന്ദ്ര മന്ത്രിമാരാണ്. ഔദ്യോഗിക അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. അവരെന്ന് പറയുന്നത് എപ്പോഴും 5 കേന്ദ്ര മന്ത്രിമാരായിരിക്കും. പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെയും വൈസ് ചെയർമാനും ഒക്കെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ്. നമുക്കറിയാം ഇന്ത്യൻ ആസൂത്രണത്തിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ആണിക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് പ്ലാനിംഗ് കമ്മീഷനാണ്. അതുപോലെ ഈ നമ്മുടെ നീതി ആയോഗിനും വിളിപ്പേരുണ്ട്. തിങ്ക് ടാങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ തിങ്ക് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്ന ടാങ്ക് അല്ലെ. തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഏതാണ്? നീതി ആയോഗാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുപോലും തെറ്റില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് ഇനി ബാക്കി ഭാഗത്തുള്ള പോയിന്റ്സുകൾ പഠിക്കാനുള്ളത്. കാരണം ഇനിയുള്ള പോയിന്റ്സുകൾ എന്ന് പറയുന്നത് റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും ഭാഗം ക്ലിയർ ചെയ്യുക. കാരണം നമ്മൾ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസിന് മാത്രം ആൻസർ ചെയ്താൽ പോരാ, ബേസിക് ക്വസ്റ്റ്യനും ആൻസർ ചെയ്യണം. ബേസിക് ക്വസ്റ്റ്യൻ തെറ്റിച്ചിട്ട് റാങ്ക് മേക്കിംഗ് മാത്രം കിട്ടിയിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഈ അടിസ്ഥാനം ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ്, ഇതുവരെയുള്ള പോർഷൻസ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ക്ലിയർ ആക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. അപ്പൊ അടുത്ത ഭാഗത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ പറ്റിയിട്ട്, അതുപോലെ 7 പില്ലേഴ്സ് ഉണ്ട്. 7 പില്ലേഴ്സിനെ പറ്റിയിട്ട്, അത് മാത്രമല്ല നീതി ആയോഗ് കുറച്ച് ക്യാമ്പയിനുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നീതി ആയോഗിന്റെ ക്യാമ്പയിനുകളെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതില് ലക്ഷ്യങ്ങളാണ് ആദ്യം പറയാൻ പോകുന്നത്. ഇത് നമ്മൾ സൈറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, നീതി ആയോഗിന്റെ വെബ്സൈറ്റിൽ എങ്ങനെയാണോ കിടക്കുന്നത്, ആ ലക്ഷ്യങ്ങൾ അതുപോലെയാണ് എടുത്തിരിക്കുന്നത്. കാരണം പരീക്ഷയ്ക്ക് ഇപ്പൊ ഏത് ലക്ഷ്യമാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇതൊക്കെയാണ് ലക്ഷ്യങ്ങള്. സംസ്ഥാനങ്ങളുടെ സജീവമായ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, മേഖലകൾ, തന്ത്രങ്ങൾ എന്നിവയുടെ പങ്കിട്ട കാഴ്ചപ്പാട് വികസിപ്പിക്കുക. അതായത് നമ്മൾ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ദേശീയ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് മേഖലകള് അല്ലെങ്കിൽ ഏതൊക്കെ തന്ത്രങ്ങൾ നമ്മൾ മെനയുന്നുണ്ടോ അതെല്ലാം സംസ്ഥാനങ്ങളെ കൂടി സജീവമായിട്ട് പങ്കെടുപ്പിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ക്ലിയർ ആയല്ലോ? ഇനി ശക്തമായ സംസ്ഥാനങ്ങൾ ശക്തമായ ഒരു രാഷ്ട്രമാകുന്നു എന്ന് തിരിച്ചറിഞ്ഞ് തുടർച്ചയായി സംസ്ഥാനങ്ങളുമായി ഘടനാപരമായി പിന്തുണ സംരംഭങ്ങളിലൂടെയും സംവിധാനങ്ങളുടെയും സഹകരണ ഫെഡറലിസം വരുത്തുക. അപ്പൊ അതും എന്താണ്? ഫെഡറലിസം എന്ന് പറയുമ്പോൾ സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള ആ ഒരു കൂട്ടായ്മയാണ് ഫെഡറലിസം എന്ന് പറയുമ്പോൾ. അപ്പൊ ആ ഒരു ഫെഡറലിസം ഉണ്ടാക്കിയെടുക്കുക.
എപ്പോഴും സംസ്ഥാനങ്ങളായിട്ടുള്ള ഒരു ഫെഡറലിസം കീപ്പ് ചെയ്യുക. ഗ്രാമതലത്തിൽ വിശ്വസനീയമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന്റെ സംവിധാനങ്ങൾ വികസിപ്പിക്കുകയും പിന്നീട് ഇത് ഗവൺമെന്റിന്റെ ഉയർന്ന തലങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്യുക. അതായത് നമ്മളൊരു ബോട്ടം അപ്പ് അപ്രോച്ച് ആണ് എടുക്കേണ്ടത്. താഴെ നിന്ന് മുകളിലേക്കുള്ള വികസനമാണ് നീതി ആയോഗ് ലക്ഷ്യമിടുന്നത്. അതായത് ആദ്യം ഗ്രാമത്തിൽ നിന്ന് തുടങ്ങുക, പിന്നെ ഗ്രാമത്തിൽ നിന്നും എവിടെ പഞ്ചായത്തിലേക്ക്, ജില്ലകളിലേക്ക്, പിന്നെ അടുത്ത് അങ്ങനെയുള്ള, അതായത് ഒരു ബോട്ടം അപ്പ്, മുകളിലേക്ക് ഒരു ഉയർച്ച, ആ ഒരു രീതിയിൽ വേണം സംരംഭങ്ങൾ കൊണ്ടുവരാനുള്ളതെന്നാണ് നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽപ്പെടുന്ന മറ്റൊരെണ്ണം. പിന്നെയുള്ള എന്താണ്, ദേശീയ സുരക്ഷയുടെ താല്പര്യങ്ങൾ സാമ്പത്തിക തന്ത്രത്തിലും നയത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പ്രത്യേകം പരാമർശിക്കുന്ന മേഖലകളിൽ ഉറപ്പാക്കല്. അതായത് ദേശീയ സുരക്ഷ എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് നമ്മൾ കൊടുക്കുക. പിന്നെന്താണ്, സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത അപകട സാധ്യതയുള്ള നമ്മുടെ സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അതായത് ഒന്നാമത്തത് സ്ത്രീകള്, പിന്നെ കുട്ടികള്, പിന്നെ SC/ST, പട്ടികജാതി പട്ടികവർഗ താഴ്ന്ന വിഭാഗത്തിലുള്ളവര്, ഇവർക്ക് പ്രശ്നങ്ങളുള്ള നേരിടുന്ന ഇവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് അവർക്ക് സാമ്പത്തിക പുരോഗതിയിൽ വേണ്ടത്ര പ്രയോജനം ലഭിക്കത്തക്ക രീതിയിലുള്ള പിന്നെ മുന്നേറ്റം ഉണ്ടാക്കുക. ഇത് നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. അടുത്തത് എന്താണ്, തന്ത്രപരവും ദീർഘകാലവുമായ നയങ്ങളും പ്രോഗ്രാം ചട്ടക്കൂടുകളും സംരംഭങ്ങളും രൂപകൽപ്പന ചെയ്യുന്നതിനും അവയുടെ പുരോഗതിയും അവയുടെ ഫലപ്രാപ്തിയും നിരീക്ഷിക്കാനും നിരീക്ഷണത്തിലൂടെ ഫീഡ്ബാക്കിലൂടെയും പഠിച്ച പാഠങ്ങൾ ആവശ്യമായ മിഡ് കോഴ്സ് തിരുത്തി. അതായത് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്ത ലക്ഷ്യങ്ങളാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാവാത്തത്. ഞാൻ പറഞ്ഞു തരാം എന്താണ് ഐഡിയ എന്നുള്ളത്. നമ്മൾ ഒരു ലാർജ് ടൈമിലത്തേക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത്, ഒരു എക്കണോമിക് പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ എക്കണോമിക് പ്ലാൻ ഒരു ദീർഘകാലത്തേക്ക് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഈ പ്രോബ്ലംസ് ഒക്കെ അപ്പോഴും നമ്മൾ സോൾവ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇതിനെ അനലൈസ് ചെയ്ത് എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നൊക്കെ ചെക്ക് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്, നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുമ്പോൾ തിങ്ക് ടാങ്ക് ആണ്. എങ്ങനെയാണ് നീതി ആയോഗ് തിങ്ക് ടാങ്ക് ആയത്? ആ നീതി ആയോഗില് ദേശീയ അന്തർദേശീയ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ വിദ്യാഭ്യാസ നയ ഗവേഷണ സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാക്കിയെടുക്കുക. അതിനു വേണ്ടിയിട്ടാണ് താൽക്കാലിക അംഗങ്ങളായിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരെയും ഗവേഷണ സ്ഥാപനങ്ങളിലുള്ള ആൾക്കാരെയും നീതി ആയോഗ് നിയമിക്കുന്നത്. ദേശീയ അന്തർദേശീയ വിദഗ്ധർ, പ്രാക്ടീഷണർമാർ, മറ്റ് പങ്കാളികൾ ഇവരുടെ ഒരു സഹകരണം കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവരിക. പിന്നെ വികസന അജണ്ട നടപ്പിലാക്കുന്നത് ത്വരിതപ്പെടുത്തുന്നതിന് ഇന്റർസെക്ടറൽ ഇന്റർ ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഒരു പ്ലാറ്റ്ഫോം വാഗ്ദാനം ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു താഴേക്കിടയിൽ നിന്നുള്ള ഒരു വികസനമാണ് നമ്മുടെ ഇന്ത്യയിൽ നീതി ആയോഗ് വഴി ലക്ഷ്യമിടുന്നത്. അപ്പൊ താഴേക്കിടയിൽ നിന്ന് വരുമ്പോൾ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, സെക്ടറുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ പരിഹരിച്ച് കൊണ്ടുപോകുക. ഇതെല്ലാം വികസന അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതെല്ലാം പെട്ടെന്ന് ആക്കുക. പിന്നെ അത്യാധുനിക റിസോഴ്സ് സെന്ററുകൾ നിലനിർത്തുന്നതിന് സുസ്ഥിരവും തുല്യവുമായ വികസനത്തിലെ നല്ല ഭരണത്തെയും മികച്ച പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള ഗവേഷണങ്ങളുടെ ഒരു ശേഖരമായിരിക്കുക. അതോടൊപ്പം അവ ഓഹരി ഉടമകൾക്ക് പ്രചരിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുക. അതായത് നമ്മുടെ മികച്ച പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് മറ്റുള്ളവരെയൊക്കെ നമ്മളൊന്ന് ഷെയർ ചെയ്ത് നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള ഒരു ഇത് അവബോധം സൃഷ്ടിക്കുക. പിന്നെയുള്ളത് വിജയസാധ്യതയും ഡെലിവറി വ്യാപ്തിയും ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ വിഭവങ്ങളുടെ തിരിച്ചറിയൽ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകളുടെയും സംരംഭങ്ങളുടെയും നടപ്പാക്കൽ സജീവമായി നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, വിജയകരമായിട്ട് കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി ചെയ്യുക. അത് നീതി ആയോഗിന്റെ മറ്റൊരു ലക്ഷ്യമാണ്. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള സാങ്കേതിക നവീകരണത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കണം നമ്മള്. പിന്നെ ദേശീയ വികസന അജണ്ടയും മുകളിൽ സൂചിപ്പിച്ച ലക്ഷ്യങ്ങളും നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ബാക്കി പ്രവർത്തനങ്ങളൊക്കെ നടപ്പിലാക്കുക. ഇതൊക്കെ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പൊ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാല്, ഒന്നാമത്തേന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുക, ഫെഡറലിസം വളർത്തുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ബോട്ടം അപ്പ് അപ്രോച്ചിലായിരിക്കും വികസനം കൊണ്ടുവരുന്നത്, ഗ്രാമത്തിൽ നിന്നായിരിക്കും മുകളിലോട്ട് വികസനം കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഗ്രാമങ്ങൾ ഇവിടെ വരുമ്പോൾ ഒരു സെക്ടറുകൾ തമ്മിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നേറണം. പിന്നെ ദീർഘകാല പ്ലാനുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ദീർഘകാല പ്ലാനുകൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടതും നീതി ആയോഗിന്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ്. പിന്നെ ഉള്ളത് താഴേക്കിടയിൽ കിടക്കുന്ന ആൾക്കാരെയും സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ
അത് ഏത് തരത്തിലായിക്കോട്ടെ പ്രത്യേക കാറ്റഗറിയിൽപ്പെട്ട കുറെ ആൾക്കാരെ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഈ പ്രവാസികളുടെ സംരക്ഷണവും നമ്മുടെ നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ പെട്ട ഒരെണ്ണമാണ്. ഓക്കെ, ഇതത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങള്. ഇനി നമ്മുടെ നീതി ആയോഗിന്റെ ചാർട്ട് എടുക്കുമ്പോൾ അതിനകത്ത് 7 പില്ലേഴ്സ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട്. അതായത് നീതി ആയോഗ് നിർമ്മിക്കാനുള്ള ആ ഒരു 7 തൂണുകളുണ്ട്. പില്ലേഴ്സ് എന്ന് പറയുമ്പോൾ തൂണുകൾ. ഈ 7 തൂണുകൾ ഏതൊക്കെയാണെന്ന് ഒന്നാമത്തത് പ്രോ പീപ്പിൾ ആണ്. അതായത് നമ്മളെപ്പോഴും നീതി ആയോഗിന്റെ ചിന്ത എപ്പോഴും ജനപക്ഷത്ത് നിന്നായിരിക്കും. പ്രോ പീപ്പിൾ. പ്രോ ആക്ടിവിറ്റി, അവർക്ക് അനുകൂലമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും ചെയ്യുന്നത്. അടുത്തത് പാർട്ടിസിപ്പേഷൻ, എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടാണ് കൊണ്ടുവരുന്നത്. എംപവറിങ്, ആരൊക്കെയാണോ താഴേക്കിടയിൽ കിടക്കുന്നത് അവരെ എംപവർ ചെയ്ത് എടുക്കുന്നു. അടുത്തത് ഇൻക്ലൂഷൻ ഓഫ് ഓൾ, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഇക്വാലിറ്റി, ഈ കാര്യത്തിൽ എല്ലാവർക്കും സമത്വം കൊടുക്കുന്നു. ട്രാൻസ്പെറൻസി, സുതാര്യത നൽകുന്നു. ഇത് ഇത്രയുമാണ് 7 പില്ലേഴ്സ് ഓഫ് നീതി ആയോഗ്. അത് പഠിച്ചു വെക്കുക. ഒന്നാമത്തത് പ്രോ പീപ്പിള്, പ്രോ ആക്ടിവിറ്റി, പാർട്ടിസിപ്പേഷൻ, എംപവറിങ്, ഇൻക്ലൂഷൻ ഓഫ് ഓൾ, ഇക്വാലിറ്റി, ട്രാൻസ്പെറൻസി. ജനപക്ഷത്ത് നിന്നായിരിക്കണം പ്രവർത്തനം, അനുകൂലമായിട്ടുള്ള പ്രവർത്തനമായിരിക്കും, പങ്കാളിത്തം ഉറപ്പാക്കും, ശാക്തീകരിക്കും, എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും, സമത്വം, ദെൻ സുതാര്യത. ഇത്രയാണ് 7 പില്ലേഴ്സ് ഓഫ് നീതി ആയോഗ്. നീതി ആയോഗിന്റെ 7 തൂണുകൾ എന്ന് പറയുന്നത്. ഇനി നീതി ആയോഗ് നടപ്പിലാക്കിയ പ്രധാന ക്യാമ്പയിനുകളാണ് ഇത്. ഏകദേശം ഈ ക്യാമ്പയിനുകളെല്ലാം തന്നെ 2021 നടന്നതാണ്. അതായത് ഈ 2021 നീതി ആയോഗ് ഇത് നടപ്പിലാക്കിയത് മിക്കുള്ളതും നമ്മുടെ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാമ്പയിനുകളാണ്. അതിലൊന്നാമത്തതാണ് ലൈഫിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയോൺമെന്റ്. LI സ്മോൾ ലെറ്റർ ആണ്, FE പിന്നെ ബാക്കിയുള്ള എല്ലാം ക്യാപിറ്റൽ ലെറ്റർ. അപ്പൊ ലൈഫ് സ്റ്റൈൽ ഫോർ ദ എൻവയോൺമെന്റ് എന്നതാണ് ലൈഫിന്റെ ഫുൾ ഫോം. അതായത് നമ്മുടെ പരിസ്ഥിതി തകർച്ചയുണ്ട്, കാലാവസ്ഥാ വ്യതിയാനമുണ്ട്, ഇതെല്ലാം ആഗോള പ്രതിഭാസമാണ്. ഇത് നമ്മുടെ ലോകത്തിന്റെ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇപ്പം ഏതെങ്കിലും ലോകത്തിന്റെ ഒരു ഭാഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ ലോകത്തിലുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളെയും ജനസംഖ്യയും ആവാസ വ്യവസ്ഥയൊക്കെ മൊത്തത്തിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ആഗോളതലത്തിൽ ഏകദേശം 3 ബില്യൺ ആളുകൾക്ക് വിട്ടുമാറാത്ത ജലക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. 2050 കൂടി ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ GDPയുടെ 18% വരെ നമുക്ക് നഷ്ടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം, അതുപോലെ തന്നെ കാർബണിന്റെ അധികമായിട്ടുള്ള ഉപയോഗമൊക്കെ നമ്മുടെ പരിസ്ഥിതിയെ ഒരുപാട് പൊല്യൂട്ടഡ് ആക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ട് ഇതെല്ലാം നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് ലക്ഷ്യം വെച്ചിട്ട് 2021 ഏത് ഡേറ്റാണ്? 2021 നവംബർ 1 ഗ്ലാസ്ഗോയില് COP26 COP എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമ്മേളനമാണ്. ഇതില് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈഫ് എന്ന ആശയം അവതരിപ്പിച്ചു. അപ്പൊ ലൈഫ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? നരേന്ദ്രമോദി. 2021 നവംബർ 1 ഗ്ലാസ്ഗോയിലാണ് ഇത് അവതരിപ്പിച്ചത്. ഇനി ഈ ഒരു ലൈഫിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് പ്രോ പ്ലാനറ്റ് പീപ്പിളിനെ സൃഷ്ടിക്കുക എന്നതാണ്. എന്താണ് P3 എന്താണെന്ന് ചോദിക്കും. P3 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലൈഫുമായി ബന്ധപ്പെട്ടതാണ് P3. ലൈഫ് എന്നത് നീതി ആയോഗിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാമ്പയിനാണ്. ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെന്റ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. പ്രോ പ്ലാനറ്റ് പീപ്പിളിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലൈഫിന്റെ ലക്ഷ്യം. അതായത് നമ്മളെ പ്ലാനറ്റിനോട് ഇണങ്ങിയ ആൾക്കാരായിട്ട് ജീവിക്കുക, പരിസ്ഥിതിയോട് ഇണങ്ങിയ ആൾക്കാരായിട്ട് ജീവിക്കുക എന്നതാണ് പ്രോ പ്ലാനറ്റ് പീപ്പിൾ P3 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ശൂന്യ ക്യാമ്പയിൻ. സീറോ പൊല്യൂഷൻ മൊബിലിറ്റി ആണ് ശൂന്യ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശൂന്യം എന്ന് വെച്ചാൽ 0 എന്നർത്ഥം. അതായത് എന്താണ്? നമ്മൾ പൊല്യൂഷൻ മൊബിലിറ്റി എന്ന് പറയുന്നത് സീറോ ആക്കുക. അതിനു വേണ്ടിയിട്ട് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പിന്തുണയോടെ 2021 നീതി ആയോഗ് ഈ ഒരു ക്യാമ്പയിൻ ആരംഭിച്ചത്. അതായത് ഉപഭോക്താക്കളുമായും ബിസിനസ്സുകളുമായിട്ട് സഹകരിച്ച് സീറോ മലിനീകരണ വിതരണ വാഹനങ്ങളെ, അതായത് മോട്ടോർ വെഹിക്കിളുകളെ സഹായിക്കാനുള്ള ശ്രമമാണ്. ഇതിന്റെ ഭാഗമായിട്ട് കൂടുതൽ ആൾക്കാരെയും ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നത് വഴി പുക കുറയ്ക്കാൻ പറ്റും, കാർബൺ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പൊ ഇതിനു വേണ്ടിയിട്ടൊരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയ നീതി ആയോഗിന്റെ ക്യാമ്പയിനാണ് 2021 വന്ന ശൂന്യ ക്യാമ്പയിൻ. എന്താണ്? സീറോ പൊല്യൂഷൻ മൊബിലിറ്റി ആണ് ഉദ്ദേശം. നീതി ആയോഗാണ് ഇതിന് ഹെൽപ്പ് ചെയ്ത
പിന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് റോക്കി മൗണ്ടൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. അടുത്തത് ഈ അമൃതം ഇത് തന്നെയാണ്. ഇന്ത്യയിൽ ഇലക്ട്രിക് മൊബിലിറ്റിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ടലാണ് ഈ അമൃത്. അപ്പൊ ഈ അമൃത് എന്താണ്? ഇന്ത്യയിലെ ഇലക്ട്രിക് മൊബിലിറ്റിയെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പോർട്ടലാണ് ഈ അമൃത്. ഈ അമൃതിന്റെ സ്പെല്ലിംഗ് എന്താണ്? എക്സ്പ്ലനേഷൻ: ആക്സിലേറ്റഡ് ഈ മൊബിലിറ്റി റെവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ. ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ ഒരു ഈ മൊബിലിറ്റി റെവല്യൂഷൻ എന്ത് ചെയ്യുക? ആക്സിലറേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഈ അമൃത്. ഈ അമൃത് എന്താണ്? ആക്സിലറേറ്റഡ് ഈ മൊബിലിറ്റി റെവല്യൂഷൻ ഫോർ ഇന്ത്യസ് ട്രാൻസ്പോർട്ടേഷൻ. ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വിവരങ്ങളും നൽകുന്നതിന് ഒരു വൺ സ്റ്റോപ്പ് സൈറ്റ് ആയിട്ടാണ് ഏത് പോർട്ടൽ ലക്ഷ്യമിടുന്നത്? ഈ അമൃത് ലക്ഷ്യമിടുന്നത്. ഇത് നീതി ആയോഗും UK സർക്കാരും ബ്രിട്ടനും തമ്മിലുള്ള സംയുക്ത സംരംഭമാണ് ഈ അമൃത്. ഈ അമൃത് എന്നൊരു പോർട്ടലാണ്, വെബ് പോർട്ടലാണ്. ഇതിനകത്ത് ഇലക്ട്രിക് മൊബിലിറ്റിയെ കുറിച്ചിട്ടുള്ള അവബോധം കൊടുക്കുന്നു. അത് മാത്രമല്ല, ഇലക്ട്രിക് വാഹനങ്ങൾ എങ്ങനെ കിട്ടും എന്നുള്ള ഒരു സൈറ്റും അതിനെ പറ്റിയിട്ട് നൽകുന്ന ഒരു വിശദവിവരം നൽകുന്ന സൈറ്റുമാണ് ഈ അമൃത്. അടുത്തത് സാത്ത് സ്റ്റാൻഡ്സ് ഫോർ സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ്. സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ എന്നാണ് സാത്ത്. ഈ സാത്ത് എന്ന പദ്ധതി 2 കാര്യങ്ങളെ ലക്ഷ്യമിടുന്നുണ്ട്. ഒന്ന് എന്താണ്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. അതിന്റെ പേരിൽ ഉണ്ടാക്കിയ ക്യാമ്പയിനാണ് സാത്ത് എന്നത്. സാത്ത് സസ്റ്റൈനബിൾ ആക്ഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഹ്യൂമൻ ക്യാപിറ്റൽ, എഡ്യൂക്കേഷൻ. പിന്നെ ഉള്ളത് ഹെൽത്ത്. ഈ വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ 3 റോൾ മോഡൽ സംസ്ഥാനങ്ങൾ നിർമ്മിക്കുക എന്നതാണ് നീതി ആയോഗ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നീതി ആയോഗ് സാത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നീതി ആയോഗ് തെരഞ്ഞെടുത്ത 3 സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ. അപ്പൊ സാത്തി പ്രോജക്റ്റിൽ പെടുന്ന 3 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഒഡീഷ ഉണ്ട്, മധ്യപ്രദേശ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്. ഇത് 2017 ഈ പദ്ധതി നടപ്പിലാക്കിയത്. അപ്പൊ സാത്ത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എഡ്യൂക്കേഷൻ, അതുപോലെ ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ 3 റോൾ മോഡൽ സംസ്ഥാനം നിർമ്മിക്കുക. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2017 തെരഞ്ഞെടുത്ത 3 സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, മധ്യപ്രദേശ്, അതുപോലെ ഒഡീഷ. അപ്പൊ ഇത്രയാണ് നീതി ആയോഗിനെ പറ്റിയിട്ട് പഠിക്കാനുള്ളത്. ഇനി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന സമയത്ത്, നമ്മൾ ഇൻഡെക്സ് പഠിക്കുന്ന സമയത്ത് നീതി ആയോഗിന്റെ ഇൻഡെക്സുകൾ കൂടി നമ്മൾ പഠിച്ചിരിക്കണം. അത് അപ്ഡേറ്റ് ചെയ്യേണ്ട പോയിന്റുകളാണ്. അപ്പൊ ഇത്രയും വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ അത് താഴെ ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിലും താഴെ ചോദിക്കാം. ഈ നോട്ടുകൾ നിങ്ങൾ ഈ ക്ലാസ് കേട്ടതിന് ശേഷം നന്നായിട്ട് വായിച്ചു നോക്കുക. ടെലിഗ്രാം ചാനലിൽ PDF നോട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.